ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കാർനോട്ട് എഞ്ചിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളും ഐസോതെർമൽ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ ഡിഫറൻസുമാണ് നമ്മൾ പറഞ്ഞത്. ഈ വീഡിയോസിൽ നമ്മൾ കാർനോട്ട് എഞ്ചിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സുകളെ പറ്റിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ കാർനോട്ട് എഞ്ചിൻ്റെ ഏറ്റവും ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഐസോതെർമൽ എക്സ്പാൻഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അറിയാം, കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞതാണ് കാർനോട്ട് എഞ്ചിന് മെയിനായിട്ട് 4 പാർട്സ് ഉണ്ട്: സോഴ്സ്, സിങ്ക്, വർക്കിംഗ് സബ്സ്റ്റൻസ് ആൻഡ് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. സോഴ്സ് എന്ന് പറയുന്നത് ഒരു ഹോട്ട് ബോഡിയാണ്, സിങ്ക് എന്ന് പറയുന്നത് ഒരു കോൾഡ് ബോഡിയാണ്. ഓക്കെ, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് കൊണ്ട് വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്. വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് നമ്മളിവിടെ എടുക്കുന്നത് ഐഡിയൽ ഗ്യാസിനെയാണ്. സോ വി ഹാവ് സോഴ്സ് ഹിയർ, സിങ്ക് ഉണ്ട്. ഓക്കെ, നമ്മളിന്ന് വർക്കിംഗ് സബ്സ്റ്റൻസ് എടുക്കുന്നത് ഒരു ഫ്രിക്ഷൻലെസ് പിസ്റ്റൻ്റെ അകത്താണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫ്രിക്ഷൻലെസ് പിസ്റ്റൻ്റെ അകത്ത് എടുക്കുന്നതെന്ന് വെച്ചാൽ, കംപ്രഷനും എക്സ്പാൻഷനും ഈ പിസ്റ്റൻസ് ചെയ്യുമ്പോൾ എനർജി ലോസ് ഉണ്ടാകത്തില്ല. കാര്യം ഫ്രിക്ഷൻലെസ് ആണല്ലോ, ഫ്രിക്ഷൻ കാരണം എനർജി ലോസ് ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ നമ്മൾ എടുത്തിട്ടാണ് അതിൻ്റെ അകത്താണ് വർക്കിംഗ് സബ്സ്റ്റൻസ് ആയ ഐഡിയൽ ഗ്യാസിന് നടക്കുന്നത്. ഓക്കെ, ഇനി ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ അകത്ത് നമ്മൾ ഈ പിസ്റ്റണും വർക്കിംഗ് സബ്സ്റ്റൻസിനും കൂടെ നമ്മൾ സോഴ്സിൻ്റെ പുറത്ത് കൊണ്ടുവെക്കും. സോഴ്സിൻ്റെ പുറത്ത് കൊണ്ടുവെക്കും. എന്നിട്ട് ഈ സോഴ്സ് എന്ന് പറയുന്ന ഒരു ഹോട്ട് ബോഡിയാണ്. ഓക്കെ, സോഴ്സ് എന്ന് പറയുന്ന ഒരു ഹോട്ട് ബോഡിയാണ്, സിങ്ക് എന്ന് പറയുന്ന ഒരു കോൾഡ് ബോഡിയാണ്. അപ്പോൾ ഈ ഹോട്ട് ബോഡിയിൽ നിന്ന് വർക്കിംഗ് സബ്സ്റ്റൻസിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവും. ഓക്കെ, ഈ സോഴ്സ് എന്ന് പറയുന്ന ഹോട്ട് ബോഡിയാണ്. അപ്പോൾ ഈ ഹോട്ട് ബോഡിയിൽ നിന്ന് വർക്കിംഗ് സബ്സ്റ്റൻസിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവും. ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, ഹീറ്റ് വർക്കിംഗ് സബ്സ്റ്റൻസ് വലിച്ചെടുക്കുമ്പോൾ എത്രമാത്രം ഹീറ്റാണോ വർക്കിംഗ് സബ്സ്റ്റൻസ് വലിച്ചെടുക്കുന്നത് അത്രമാത്രം അത് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, എത്രമാത്രം ഹീറ്റാണോ വർക്കിംഗ് സബ്സ്റ്റൻസ് വലിച്ചെടുക്കുന്നത് അത്രമാത്രം എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റാണ് വർക്കിംഗ് സബ്സ്റ്റൻസ് സോഴ്സിൽ നിന്നും അബ്സോർബ് ചെയ്തതെങ്കിൽ ആ ക്യൂ എമൗണ്ട് ഓഫ് വർക്ക് തന്നെ ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് ചെയ്യും. ഇവിടെ വർക്ക് എന്ന് പറയുന്നത് എക്സ്പാൻഷനാണ്, പ്രഷർ വോളിയം വർക്കാണ്. എന്ന് വെച്ചാൽ എത്രമാത്രം ക്യൂ ആണോ ഹീറ്റാണോ സോഴ്സിൽ നിന്നും വർക്കിംഗ് സബ്സ്റ്റൻസ് എടുക്കുന്നത് അത്രമാത്രം അത് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, ഇതാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലുള്ളത്. ഇതെന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ്സാണ്. ഓക്കെ, ഇവിടെ ടെമ്പറേച്ചർ വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ സോഴ്സിൽ നിന്നും ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് വർക്കിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്തെങ്കിൽ ആ ക്യൂ എമൗണ്ട് ഓഫ് വർക്ക് തന്നെ ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് എക്സ്പാൻഷൻ വർക്കായിട്ട് ചെയ്യും. എന്താണ്, ഇൻറ്റേർണൽ എനർജിക്ക് വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, എത്രമാത്രം എനർജിയാണ് അബ്സോർബ് ചെയ്തത് അത്രമാത്രം വർക്ക് ചെയ്തു. അപ്പോൾ ഇൻറ്റേർണൽ എനർജിക്ക് വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. ഇൻറ്റേർണൽ എനർജിക്ക് വ്യത്യാസമൊന്നും സംഭവിക്കാത്തപ്പോൾ ടെമ്പറേച്ചറിനും വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസിനെ ഒരു ഫ്രിക്ഷൻലെസ് പിസ്റ്റൻ്റെ അകത്തോട്ട് മാറ്റി സിങ്കിൽ കൊണ്ടുവെക്കുന്നു. സിങ്ക് എന്ന് പറയുന്ന ഒരു ഹോട്ട് ബോഡിയാണ്. ആ ഹോട്ട് ബോഡിയിൽ നിന്നും വർക്കിംഗ് സബ്സ്റ്റൻസ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. എത്രമാത്രം ഹീറ്റാണോ വർക്കിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്യുന്നത് അത്രമാത്രം എക്സ്പാൻഷൻ വർക്ക് ആ വർക്കിംഗ് സബ്സ്റ്റൻസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എത്രമാത്രം ഹീറ്റ് വലിച്ചെടുക്കുന്നു അത്രമാത്രം വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇൻറ്റേർണൽ എനർജിക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല. ഇൻറ്റേർണൽ എനർജിക്ക് വ്യത്യാസമൊന്നും വരാത്ത സാഹചര്യത്തിൽ ടെമ്പറേച്ചറിനും വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ വർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഫസ്റ്റ് P1, V1, T1 എന്നുള്ളതാണ് ഇതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ എങ്കിൽ ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T1, ഇനീഷ്യൽ വോളിയം എന്ന് പറയുന്നത് V1, ഇനീഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് P1 ആണെങ്കിൽ ഈ ഐസോതെർമൽ എക്സ്പാൻഷൻ കഴിഞ്ഞതിന് ശേഷം അത് P2, V2, T1 ആയിട്ട് മാറും. ഇവിടെ പ്രഷർ ചേഞ്ച് ചെയ്യും. കാര്യം എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്, അപ്പോൾ പ്രഷർ ചേഞ്ച് ചെയ്യും, വോളിയവും ചേഞ്ച് ചെയ്യും. പക്ഷേ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമോ? ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യത്തില്ല. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാര്യം എത്രമാത്രം ഹീറ്റാണോ സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത് അത്രമാത്രം എക്സ്പാൻഷൻ വർക്ക് ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് ചെയ്യും. അപ്പോൾ ഇൻറ്റേർണൽ എനർജിക്ക് വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല.
ഓക്കെ, അടുത്ത ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ വർക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നു നോക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ കാര്യമാണ് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ വർക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് W = 2.303 nRT log V2/V1 ആണ്. ഇവിടുത്തെ V2 എന്ന് പറയുന്നത് ഫൈനൽ വോളിയം, V1 എന്ന് പറയുന്നത് ഇനിഷ്യൽ വോളിയമാണ്. ഓക്കെ, അപ്പോൾ P1 V1 T1 ചേഞ്ചസ് ടു P2 V2 T1 ഇവിടെ സംഭവിക്കുന്നത് ഐസോതെർമൽ എക്സ്പാൻഷനാണ്. അപ്പോൾ ഇവിടുത്തെ ഇനിഷ്യൽ വോളിയം എന്ന് പറയുന്നത് V1 ആണ്, ഫൈനൽ വോളിയം എന്ന് പറയുന്നത് V2 ആണ്. അപ്പോൾ ഇത് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇക്വേഷൻ തന്നെ കിട്ടും. 2.303 nRT log V2/V1. ഇതാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡിയബാറ്റിക് എക്സ്പാൻഷനാണ്. അപ്പോൾ അഡിയബാറ്റിക് എക്സ്പാൻഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഐസോതെർമൽ എക്സ്പാൻഷനിൽ നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസ് വെച്ചിരുന്നത് സോഴ്സിലാണ്. ഇനി എന്താ ചെയ്യുന്നത്? ഈ സോഴ്സിൽ നിന്ന് നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസിനെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലായിട്ട് എടുത്ത് മാറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് സോഴ്സ്, ഇത് സിങ്കാണ്, ഇതാണ് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഇവിടെയാണ് നമ്മൾ ആദ്യം വർക്കിംഗ് സബ്സ്റ്റൻസിനെ വെച്ചിരുന്നത്. അവിടുന്ന് നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസിനെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലോട്ട് എടുത്ത് മാറ്റുന്നു. അപ്പോൾ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന കാരണം തന്നെ ഇതിന് ഇവിടുന്ന് ഹീറ്റ് കിട്ടുന്നുമില്ല, ഇവിടുന്ന് സിങ്കിലോട്ട് ഹീറ്റ് കളയാനും സാധിക്കുന്നില്ല. ഓക്കെ, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചത് കാരണം ഇവിടുന്ന് ഹീറ്റും കിട്ടുന്നില്ല, ഹീറ്റ് കളയാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് എനർജി ഒന്നും ഇപ്പോൾ കിട്ടുന്നില്ല. പക്ഷേ ഇത് വീണ്ടും എക്സ്പാൻഡ് ചെയ്യുകയാണ്. ഓക്കെ, പക്ഷേ ഈ എക്സ്പാൻഷൻ സംഭവിക്കുന്നത് ഇതിൻ്റെ ഇൻറ്റേർണൽ എനർജി കൊണ്ടാണ്. ഓക്കെ, ആദ്യം നമ്മൾ സോഴ്സിൽ വെച്ചു, ഐസോതെർമലായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ അനുവദിച്ചു. അതിന് ശേഷം നമ്മൾ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചു, അതിന് വീണ്ടും നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിച്ചു. ഇപ്പോൾ എക്സ്പാൻഷൻ സംഭവിക്കുന്നത് ഇതിൽ സ്റ്റോർ ചെയ്ത ഇൻറ്റേർണൽ എനർജി കൊണ്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ എനർജി കൊണ്ട് തന്നെ എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ഇൻറ്റേർണൽ എനർജി കുറയും. ഇൻറ്റേർണൽ എനർജി കുറയുമ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. ഓക്കെ, എന്താ സംഭവിക്കുന്നതെന്നൊന്നും കൂടെ പറയാം. ആദ്യം നമ്മൾ സോഴ്സിലാണ് വെച്ചത്, സോഴ്സിൽ നിന്ന് ഹീറ്റ് കിട്ടി, എക്സ്പാൻഡ് ചെയ്തു. എത്രമാത്രം ഹീറ്റ് ചെയ്തു എത്രമാത്രം ഹീറ്റ് കിട്ടി അത്രമാത്രം എക്സ്പാൻഡ് ചെയ്തു. അത് കാരണം അതിന് ഇൻറ്റേർണൽ എനർജിക്ക് വ്യത്യാസമൊന്നും സംഭവിച്ചില്ല. പക്ഷേ വീണ്ടും നമ്മൾ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ കൊണ്ട് വെച്ചതിന് ശേഷം വീണ്ടും എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ അനുവദിക്കുമ്പോൾ പുതിയതായിട്ട് അതിന് ഹീറ്റൊന്നും കിട്ടുന്നില്ല. ഹീറ്റൊന്നും കിട്ടാത്ത അവസ്ഥയിൽ അത് സ്റ്റോർ ചെയ്ത ഇൻറ്റേർണൽ എനർജി വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇൻറ്റേർണൽ എനർജി വെച്ച് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി കുറയും. കാര്യം എക്സ്പാൻഷൻ എന്ന് പറയുന്നൊരു വർക്കാണ്. വർക്ക് ചെയ്യുമ്പോൾ ഇൻറ്റേർണൽ എനർജി കുറയും. ഓക്കെ, ഇൻറ്റേർണൽ എനർജി കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇവിടെ അഡിയബാറ്റിക് എക്സ്പാൻഷനിൽ സംഭവിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് അഡിയബാറ്റിക് എക്സ്പാൻഷൻ്റെ വർക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു സഡൻ പ്രോസസ്സായിരിക്കും. ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് സ്ലോ പ്രോസസ്സായിരിക്കും. അതുകൊണ്ട് തന്നെ അഡിയബാറ്റിക് എക്സ്പാൻഷൻ ഇവിടെ സംഭവിക്കുന്നത് സഡൻ ആയിട്ടായിരിക്കും. ഓക്കെ, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിലാണ് നമ്മൾ വെക്കുന്നത്. അത് കാരണം പുറത്തുനിന്ന് എനർജി ഒന്നും ഹീറ്റ് കിട്ടുന്നില്ല. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് സ്വന്തം സ്റ്റോർ ചെയ്ത ഇൻറ്റേർണൽ എനർജി വെച്ചിട്ട് അത് എക്സ്പാൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ കുറയും. ഓക്കെ, സോ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് P1 V1 T1 എന്നായിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ. അത് ചേഞ്ചസ് ടു P2 V2 T1 ആണ്. P2 V2 T1 ഇവിടെ ആദ്യം സംഭവിച്ചത് ഐസോതെർമൽ എക്സ്പാൻഷനാണ്. വീണ്ടും അത് അഡിയബാറ്റിക് എക്സ്പാൻഷൻ സംഭവിച്ച് P3 V3 T2 ആയിട്ട് മാറും. ഇവിടെ T1 T2 ആയിട്ട് മാറും. കാര്യം ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് അല്ല, ടെമ്പറേച്ചർ കുറയും. എന്ന് വെച്ചാൽ ടെമ്പറേച്ചറിന് ചേഞ്ച് സംഭവിക്കും. അപ്പോൾ T1 നിന്നും T2 മാറും. അപ്പോൾ ഇവിടുത്തെ ഇനിഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T1, ഫൈനൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T2 ആണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ വർക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് R/Γ-1 T1 - T2 ആണ്. ഓക്കെ, ഇതാണ് അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ T1 എന്ന് പറയുന്നത് ഇനിഷ്യൽ ടെമ്പറേച്ചറും T2 എന്ന് പറയുന്നത് ഫൈനൽ ടെമ്പറേച്ചറുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ T1 എന്ന് പറയുന്നത് തന്നെയാണ് ഇനിഷ്യൽ ടെമ്പറേച്ചർ, T2 എന്ന് പറയുന്നത് തന്നെയാണ് ഫൈനൽ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഇക്വേഷൻ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. R/Γ-1 ഇനിഷ്യൽ ടെമ്പറേച്ചറായ T1 മൈനസ് ഫൈനൽ ടെമ്പറേച്ചറായ T2.
ഇതാണ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ്റെ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ കാർനോട്ട് എഞ്ചിൻ്റെ ഫസ്റ്റ് 2 പ്രോസസ്സുകളും നമ്മൾ കവർ ചെയ്തു. മൂന്നാമത്തെ പ്രോസസ്സായ ഐസോതെർമൽ കംപ്രഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഐസോതെർമൽ കംപ്രഷൻ. സോ ഈ പേര് നോക്കുമ്പോൾ തന്നെ ഇതൊരു ഐസോതെർമൽ പ്രോസസ്സാണ്. ഇവിടെ എക്സ്പാൻഷൻ അല്ല സംഭവിക്കുന്നത്, പകരം കംപ്രഷനാണ് സംഭവിക്കുന്നത്. എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ സോഴ്സ് സിങ്ക്, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് കൺസിഡർ ചെയ്യുന്നു. ആദ്യം നമ്മൾ ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ അവിടെ സോഴ്സിലാണ് കൊണ്ടുപോയി വെച്ചത് വർക്കിംഗ് സബ്സ്റ്റൻസിനെ. അതിനുശേഷം അതിനെ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വെച്ചു. ഈ ഐസോതെർമൽ കംപ്രഷനിൽ നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസിൽ വെക്കുന്നത് സിങ്കിൻ്റെ പുറത്താണ്. സിങ്കിൻ്റെ പുറത്ത് കൊണ്ട് നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസിൽ വെക്കുകയാണ്. സിങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കോൾഡ് ബോഡിയാണ്. അപ്പോൾ കോൾഡ് ബോഡിയായ സിങ്കിൻ്റെ പുറത്ത് നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസ് വെക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഈ വർക്കിംഗ് സബ്സ്റ്റൻസിൽ സ്റ്റോർ ചെയ്തിരുന്ന ഹീറ്റിനെ സിങ്ക് വലിച്ചെടുക്കും. വർക്കിംഗ് സബ്സ്റ്റൻസിൽ സ്റ്റോർ ചെയ്തിരുന്ന ഹീറ്റിനെ സിങ്ക് വലിച്ചെടുക്കും. അപ്പോൾ എത്രമാത്രം ഹീറ്റാണോ വലിച്ചെടുക്കുന്നത് അത്രമാത്രം കംപ്രഷൻ സംഭവിക്കും. എത്രമാത്രം ഹീറ്റാണോ സിങ്ക് വലിച്ചെടുക്കുന്നത് അത്രമാത്രം വർക്കിംഗ് സബ്സ്റ്റൻസിൻ്റെ പിസ്റ്റൺ കംപ്രഷൻ സംഭവിക്കും. കംപ്രഷൻ എന്ന് പറയുന്നൊരു വർക്കാണ്. അപ്പോൾ Q എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ഹീറ്റാണ് സിങ്ക് വർക്കിംഗ് സബ്സ്റ്റൻസിൽ നിന്നും വലിച്ചെടുക്കുന്നതെങ്കിൽ Q എമൗണ്ട് ഓഫ് വർക്ക് വർക്കിംഗ് സബ്സ്റ്റൻസ് ചെയ്യും. ഇതൊരു സ്ലോ പ്രോസസ്സാണ്. ഇതൊരു ഐസോതെർമൽ പ്രോസസ്സാണ്. അത് കാരണം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് ഐസോതെർമൽ കംപ്രഷൻ. നമ്മൾ വീണ്ടും വർക്കിംഗ് സബ്സ്റ്റൻസിന് സിങ്കിൽ കൊണ്ടുവെക്കുന്നു. സിങ്ക് ഇതിൻ്റെ വർക്കിംഗ് സബ്സ്റ്റൻസിലെ ഹീറ്റിനെ വലിച്ചെടുക്കുന്നു. അപ്പോൾ Q എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ഹീറ്റാണ് സിങ്ക് വലിച്ചെടുക്കുന്നതെങ്കിൽ Q എന്ന് പറയുന്ന അത്ര എമൗണ്ട് ഓഫ് വർക്ക് വർക്കിംഗ് സബ്സ്റ്റൻസ് ചെയ്യും. ഈ വർക്ക് എന്ന് പറയുന്നത് ഇവിടെ സംഭവിക്കുന്നത് കംപ്രഷനാണ്. ഹീറ്റിനെ വലിച്ചെടുക്കുന്നതുകൊണ്ട് അത്രയും കംപ്രസ് ആവും. പക്ഷേ ഇവിടെ ഇൻറ്റേർണൽ എനർജിക്ക് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. കാര്യം Q എന്ന് പറയുന്ന എനർജി ലോസ് ആകുന്നതിനനുസരിച്ച് അത് കംപ്രസ് ചെയ്ത് കോമ്പൻസേറ്റ് ചെയ്യുന്നു. എത്രമാത്രം ഹീറ്റാണ് ലോസ് ആകുന്നത് അത്രമാത്രം കംപ്രഷൻ സംഭവിച്ച് ഇൻറ്റേർണൽ എനർജി കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടി ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് ശ്രമിക്കുന്നത് കാരണം ഇൻറ്റേർണൽ എനർജിക്ക് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അത് കാരണം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് ഐസോതെർമൽ കംപ്രഷനിൽ സംഭവിക്കുന്നത്. ഇതിൻ്റെ വർക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. സോ ഫ്രണ്ട്സ്, നമുക്ക് ഐസോതെർമൽ കംപ്രഷൻ്റെ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് P1 B1 T1 ആയിരുന്നു. അത് ഐസോതെർമൽ എക്സ്പാൻഷൻ സംഭവിച്ച് അത് P2 V2 T1 ആയിട്ട് മാറി. ഇവിടെ ടെമ്പറേച്ചറിന് മാറ്റമൊന്നും സംഭവിച്ചില്ല, കാര്യം ഐസോതെർമൽ പ്രോസസ്സാണ്. അതിനുശേഷം അത് P3 V3 T2 ആയിട്ട് മാറി. ഇവിടെ അഡിയാബാറ്റിക് എക്സ്പാൻഷനാണ് സംഭവിച്ചത്. P3 V3 T2 ആയിട്ട് മാറി. അതിനുശേഷം ഐസോതെർമൽ കംപ്രഷൻ സംഭവിച്ച് അത് P4 V4 T2 ആയിട്ട് മാറി. ഇവിടെയും ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, കാര്യം ഇതൊരു ഐസോതെർമൽ പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐസോതെർമൽ കംപ്രഷൻ്റെ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് W is equal to 2.303 nRT log V2 by V1. ഇവിടെ V2 എന്ന് പറയുന്നത് ഇനിഷ്യൽ വോളിയം, V1 എന്ന് പറയുന്നത് ഫൈനൽ വോളിയമാണ്. ഇവിടുത്തെ ഇനിഷ്യൽ വോളിയം എന്ന് പറയുന്നത് V3 ആണ്, ഫൈനൽ വോളിയം എന്ന് പറയുന്നത് V4 ആണ്. പക്ഷേ നമുക്ക് ഡയറക്റ്റ്ലി ഈ V3യും V4ഉം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല, കാര്യം ഇവിടെ സംഭവിക്കുന്നത് കംപ്രഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യൂസ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ 2.303 nRT ലോഗ് ഇനിഷ്യലിൻ്റെ അവിടെ ഫൈനൽ വോളിയത്തിൻ്റെ അവിടെ ഇനിഷ്യൽ വോളിയം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇനിഷ്യൽ വോളിയം എന്ന് പറയുന്ന അവിടെ നമ്മൾ ഫൈനൽ വോളിയത്തിൻ്റെ അവിടെ ഇനിഷ്യൽ വോളിയം ഇട്ട് കൊടുക്കണം. എക്സ്പാൻഷൻ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇവിടെ എക്സ്പാൻഷനല്ല സംഭവിക്കുന്നത്, കംപ്രഷനാണ്.
അപ്പോൾ V2ൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ഇടണമെന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വോളിയം, V1ൻ്റെ സ്ഥാനത്ത് ഫൈനൽ വോളിയം നമ്മൾ ഇടണം. ഒൺലി ഇൻ ദ കേസ് ഓഫ് കംപ്രഷൻ സംഭവിക്കുന്നത് മാത്രമേ നമ്മൾ ഇങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത എക്സ്പാൻഷൻ്റെ കേസിലെല്ലാം നമ്മൾ V2ൻ്റെ അവിടെ ഫൈനൽ വോളിയം, V1ൻ്റെ അവിടെ ഇനിഷ്യൽ വോളിയം ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ കംപ്രഷനാണ് സംഭവിച്ചത് കൊണ്ട് തന്നെ അവിടെ നമ്മൾ V2ൻ്റെ കേസ് ഇനിഷ്യൽ വോളിയം, V1ൻ്റെ കേസിൽ ഫൈനൽ വോളിയം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇനിഷ്യൽ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? V3 ആണ്. ഫൈനൽ വോളിയം എന്ന് പറയുന്നത് V4 ആണ്. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 2.303 nRT log V3/V4 V3/V4 എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. ഇതാണ് ഐസോതെർമൽ കംപ്രഷൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കംപ്രഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ V2ൻ്റെ സ്ഥാനത്ത് നമ്മൾ ഇനിഷ്യൽ വോളിയം, V1ൻ്റെ സ്ഥാനത്ത് നമ്മൾ ഫൈനൽ വോളിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. എക്സ്പാൻഷൻ ആകുമ്പോൾ ഇവിടെ V2ൻ്റെ സ്ഥാനത്ത് ഫൈനൽ വോളിയമാണ് വരേണ്ടത്, V1ൻ്റെ സ്ഥാനത്ത് ഇനിഷ്യൽ വോളിയമാണ് വരേണ്ടത്. കംപ്രഷൻ ആയത് കാരണം ഓപ്പോസിറ്റ് നമ്മൾ ഇടുക. V2ൻ്റെ സ്ഥാനത്ത് ഇനിഷ്യൽ വോളിയം, V1ൻ്റെ സ്ഥാനത്ത് ഫൈനൽ വോളിയം ഇടുക. അപ്പോൾ ഇവിടുത്തെ ഇനിഷ്യൽ വോളിയം എന്ന് പറയുന്നത് V3 ആണ്, ഫൈനൽ വോളിയം എന്ന് പറയുന്നത് V4 ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് ഐസോതെർമൽ കംപ്രഷൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡിയബാറ്റിക് കംപ്രഷനാണ്. കാർനോട്ട് എഞ്ചിൻ്റെ പ്രോസസ്സുകളിലെ അവസാനത്തെ പ്രോസസ്സാണ് അഡിയബാറ്റിക് കംപ്രഷൻ. സോ അഡിയബാറ്റിക് കംപ്രഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അഡിയബാറ്റിക് കംപ്രഷൻ എന്ന് പറയുമ്പോൾ അതൊരു അഡിയബാറ്റിക് പ്രോസസ്സാണ്. അതേപോലെ തന്നെ കംപ്രഷനുമാണ് സംഭവിക്കുന്നത്. അഡിയബാറ്റിക് പ്രോസസ്സുമാണ് കംപ്രഷനുമാണ് സംഭവിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ സോഴ്സ്, സിങ്ക്, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഓക്കെ, നമ്മൾ ആദ്യം ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ അവിടെ സോഴ്സിൽ കൊണ്ടാണ് നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസിനെ വെച്ചത്. പിന്നെ അതിനെ നമ്മൾ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചു. പിന്നെ ഐസോതെർമൽ കംപ്രഷൻ്റെ അവിടെ നമ്മൾ സിങ്കിൽ വെച്ചു. വർക്കിംഗ് സബ്സ്റ്റൻസിനെ സിങ്കിൽ കൊണ്ടുവച്ച് വീണ്ടും നമ്മൾ അഡിയബാറ്റിക് കംപ്രഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വർക്കിംഗ് സബ്സ്റ്റൻസിൽ വീണ്ടും നമ്മൾ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ കൊണ്ടുവെക്കുന്നു. വർക്കിംഗ് സബ്സ്റ്റൻസിൽ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വീണ്ടും കൊണ്ടുവെക്കുന്നു. അപ്പോൾ ഐസോതെർമൽ കംപ്രഷനിൽ എന്താ സംഭവിച്ചത്? നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസിൽ എവിടെയാണ് വെച്ചത്? സിങ്കിലാണ് വെച്ചത്. അപ്പോൾ വർക്കിംഗ് സബ്സ്റ്റൻസിൽ ഹീറ്റെല്ലാം സിങ്കിൽ കൂടെ പോകുന്നു. ഓക്കെ, സിങ്കിൽ കൂടെ ഹീറ്റിന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കളയാൻ പറ്റുമായിരുന്നു. അപ്പോൾ കംപ്രഷൻ സംഭവിക്കും. എത്രമാത്രം ഹീറ്റാണോ താഴത്തോട്ട് സിങ്ക് വലിച്ചെടുക്കുന്നത് അത്രമാത്രം കംപ്രഷൻ സംഭവിക്കും. അപ്പോൾ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ നമ്മൾ വീണ്ടും വെച്ചിട്ട് വീണ്ടും കംപ്രസ് ചെയ്യാൻ നമ്മൾ അനുവദിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വിചാരിച്ചാൽ ഇവിടുന്ന് ഹീറ്റിന് പോകാൻ വേറൊരു വഴിയില്ല. ഓക്കെ, സിങ്കിലാകുമ്പോൾ ഹീറ്റിനെ കളയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഹീറ്റിനെ പുറത്തോട്ട് കളയാൻ ഒരു വഴിയില്ല. ഓക്കെ, ഇതൊരു ഇൻസുലേറ്റിംഗ് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് കംപ്രഷനും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂടും. ഓക്കെ, കാര്യം ഹീറ്റിന് പുറത്തോട്ട് പോകാൻ വേറൊരു വഴിയില്ല, കംപ്രഷനും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂടും. ഇൻറ്റേർണൽ എനർജി കൂടുമ്പോൾ ടെമ്പറേച്ചറും കൂടും. ഓക്കെ, ഇൻറ്റേർണൽ എനർജി കൂടുമ്പോൾ ടെമ്പറേച്ചറും കൂടും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ സിങ്കിൽ നിന്ന് മാറ്റി വർക്കിംഗ് സബ്സ്റ്റൻസിൽ വെച്ചിട്ട് വീണ്ടും കംപ്രസ് ചെയ്യാൻ അനുവദിച്ചു. അപ്പോൾ വീണ്ടും കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻറ്റേർണൽ എനർജി കൂടും. കാര്യം ഇവിടെ വെച്ചിരിക്കുന്ന ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡില്ല, ഹീറ്റിന് പോകാൻ വഴിയൊന്നുമില്ല. അപ്പോൾ എന്ത് പറ്റും? കംപ്രഷൻ സംഭവിക്കുമ്പോൾ ഇൻറ്റേർണൽ എനർജി കൂടും. ഇൻറ്റേർണൽ എനർജി കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് പറ്റും? ടെമ്പറേച്ചർ ചേഞ്ച് ആവും. ഓക്കെ, അതാണ് അഡിയബാറ്റിക് കംപ്രഷനിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഇതാണ് അഡിയബാറ്റിക് കംപ്രഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇനി അഡിയബാറ്റിക് കംപ്രഷനിൽ നമുക്ക് വർക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്നോ. സോ അഡിയബാറ്റിക് പ്രോസസ്സിൽ നമുക്ക് വർക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഇനിഷ്യൽ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? P1 V1 T1. ഓക്കെ, P1 V1 T1 ആയിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് ഇനിഷ്യൽ കണ്ടീഷൻ. അത് P2 V2 T1 ആയിട്ട് മാറി. എങ്ങനെയാണ് മാറിയത്? ഐസോതെർമൽ എക്സ്പാൻഷൻ വഴി അത് P2 V2 T1 ആയിട്ട് മാറി. അതിനുശേഷം അത് അഡിയബാറ്റിക് എക്സ്പാൻഷൻ വഴി അത് P3 V3 T2 ആയിട്ട് മാറി. ഓക്കെ, P3 V3 T2 ആയിട്ട് മാറി. പിന്നെ അതെന്താ സംഭവിച്ചത്?
ഐസോതെർമൽ എക്സ്പാൻഷൻ വെച്ചിട്ട് അത് P4 B4 T2 ആയിട്ട് മാറി. ഓക്കെ, ലാസ്റ്റ് പ്രോസസ്സായ അഡിയബാറ്റിക് കംപ്രഷനാണ്. നമ്മൾ സിങ്കിൽ വെച്ചിരുന്ന വർക്കിംഗ് സബ്സ്റ്റൻസിനെ എടുത്ത് വീണ്ടും ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചിട്ട് കംപ്രസ് ചെയ്യാൻ അനുവദിച്ചു. കംപ്രസ് ചെയ്യാൻ അനുവദിച്ചു. ഹീറ്റിന് പോകാൻ വേറൊരു വഴിയില്ല, കംപ്രഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂടും. ഇൻറ്റേർണൽ എനർജി കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ ചേഞ്ച് ആകത്തില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ ചേഞ്ച് ആവും. അതുമാത്രമല്ല, ഈ ടെമ്പറേച്ചർ ചേഞ്ച് സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഇനീഷ്യൽ കണ്ടീഷനിലോട്ട് മാറും. ഓക്കെ, എങ്ങനെയാണോ ആദ്യം ഇരുന്നത് അതേപോലെ തന്നെ ആവും. എങ്ങനെയാണോ നമ്മൾ ആദ്യം തുടങ്ങിയത് ആ കണ്ടീഷനിലോട്ട് തന്നെ മാറും. ഇതാണ് ലാസ്റ്റ് പ്രോസസ്സായ അഡിയബാറ്റിക് കംപ്രഷനിൽ സംഭവിക്കുന്നത്. ഒന്നും കൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. ആദ്യം P1 V1 T1 ആയിരുന്നു. ഐസോതെർമൽ എക്സ്പാൻഷൻ വഴിയിട്ട് അത് P2 V2 T1 ആയിട്ട് മാറി. ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, കാര്യം ഐസോതെർമൽ പ്രോസസ്സാണ്. പിന്നെ അത് P3 V3 T2 ആയിട്ട് മാറി. ഇവിടെ അഡിയബാറ്റിക് എക്സ്പാൻഷനാണ് നടക്കുന്നത്. പിന്നെ അത് ഐസോതെർമൽ എക്സ്പാൻഷനായിട്ട് മാറി P4 V4 T2 ആയിട്ട് മാറി. ഇവിടെ ഐസോതെർമൽ എക്സ്പാൻഷനാണ്, അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ അത് അഡിയബാറ്റിക് കംപ്രഷന് വിധേയമാകുന്നു. അഡിയബാറ്റിക് കംപ്രഷന് വിധേയമായതിനു ശേഷം അതെന്താ? അഡിയബാറ്റിക് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ സിങ്കിൽ വെച്ചിരുന്ന വർക്കിംഗ് സബ്സ്റ്റൻസ് നമ്മൾ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൽ വെച്ചിട്ട് വീണ്ടും കംപ്രസ് ചെയ്യാൻ വേണ്ടി അനുവദിച്ചു. അപ്പോൾ അത് വീണ്ടും കംപ്രസ് ചെയ്തു. അപ്പോൾ കംപ്രസ് ചെയ്തപ്പോൾ അത് ഹീറ്റ് പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കംപ്രഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂടും. ഇൻറ്റേർണൽ എനർജി കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ കൂടും. അപ്പോൾ ഈ ടെമ്പറേച്ചറും വോളിയവും ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നോ അങ്ങോട്ട് ചേഞ്ച് ആവും. ഓക്കെ, ആദ്യം എങ്ങനെയാണോ ഇരുന്നത് അതേ രീതിയിലോട്ട് മാറും ഈ അഡിയബാറ്റിക് കംപ്രഷൻ കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതൊരു സൈക്കിൾ പ്രോസസ്സാണ്. ആദ്യം എങ്ങനെയാണോ ഇരുന്നത് അതേ പ്രഷർ, വോളിയം, ടെമ്പറേച്ചറായിട്ട് മാറും. ഇതാണ് അഡിയബാറ്റിക് കംപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫ്രണ്ട്സ്, നമുക്കിനി അഡിയബാറ്റിക് കംപ്രഷൻ്റെ വർക്ക് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അഡിയബാറ്റിക് എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ തന്നെയാണ്. R/γ-1 T1 - T2. ഇവിടെ T1 എന്ന് പറയുന്നത് ഫൈനൽ ടെമ്പറേച്ചറും T2 എന്ന് പറയുന്നത് ഇനീഷ്യൽ ടെമ്പറേച്ചറുമാണ്. സോ ഇതാണ് അഡിയബാറ്റിക് കംപ്രഷൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്ന പോർഷൻ്റെ തിയറി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർനോട്ട് എഞ്ചിൻ്റെ PV ഡയഗ്രാം നമുക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്നും എഫിഷ്യൻസി എന്താണെന്നും എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷനുമാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ താങ്ക് യു ഫ്രണ്ട്സ്.